ജെൻസി കാലത്ത് യുവജന സംഘടനയെ നയിക്കുന്ന രണ്ട് സംസ്ഥാന ഭാരവാഹികളാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഇതുപോലെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു യുവാക്കളുള്ള അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു യുവ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സംഘടനയെ ഇന്നേ വരെ അവർ നയിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ജെൻസി കാലഘട്ടത്തെ ഈ സംഘടനാ നേതാക്കളുടെ ജെൻസി വൈബാണോ തന്ത വൈബാണോ എന്ന് നമുക്ക് അവരുടെ അടുത്ത് ചോദിച്ചു തന്നെ അറിയാം. ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാനൊന്നും ഇതുവരെ കണ്ടുവന്ന കാലഘട്ടമല്ല. ഇപ്പം ഞാൻ 2000 ജനിച്ച ഒരാളാണ്. അപ്പോൾ ഇപ്പം ഞാൻ വളർന്ന സാഹചര്യത്തിൽ നിന്നും വ്യത്യസ്തമാണ് ഇപ്പോൾ ഒരു 18 വയസ്സ് കഴിയുന്ന കുട്ടി. അപ്പം ജെൻസി അല്ലെങ്കിൽ ഈ പൂക്കി പിള്ളേരുമായിട്ടാണ് ഇപ്പോഴത്തെ യുവജന സംഘടനാ ഭാരവാഹികൾ എന്ന നിലയിൽ നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. അതൊരു വെല്ലുവിളിയാണോ ശരിക്കും? വെല്ലുവിളി ഒന്നൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കി വന്ന ഒരു മാനസിക സാഹചര്യമല്ലല്ലോ അവരുടേത്. അതിപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. ഏത് കാലത്ത് ജീവിക്കുകയാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഒക്കെ പഠിക്കുന്ന സമയത്ത് CPU പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഒക്കെ ആയിരുന്നല്ലോ കമ്പ്യൂട്ടറിൽ പഠിച്ചുകൊണ്ടിരുന്നത്. ഒറ്റയടിക്ക് മാറി നമ്മൾ തന്നെ ഇങ്ങനെ മാറുക. എന്നാൽ നമ്മളെ കണ്ടുകൊണ്ടിരുന്ന ആളുകൾ അന്ന് അതുപോലും ഇല്ല. അവർക്ക് കമ്പ്യൂട്ടർ എന്നുള്ള കൺസെപ്റ്റേ ഇല്ല. അവർ TV തന്നെ അപൂർവമായി കണ്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ വരുന്ന ആളുകൾ നമ്മളെ കാണുന്നുണ്ട്. അപ്പോൾ ഓരോ കാലവും ഇങ്ങനെ മാറി മാറി വരികയല്ലേ. അപ്പം അതിലൊരു സാങ്കേതിക വിദ്യകളുടെ ഒരു വരവ് നമ്മൾ കുറച്ചുകൂടി അതിനനുസരിച്ച് പിന്നെ എല്ലാത്തിനും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടാവുക എന്നുള്ളത് ഒരു ലീഡർഷിപ്പിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു സംഘടനാ പ്രവർത്തകരായി നിൽക്കുമ്പോൾ നമ്മളെല്ലാവരെയും ഉൾക്കൊള്ളുക, ഈ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുക, അതിനൊരു പോസിറ്റീവായിട്ട് ഇതിനൊക്കെ കാണുക എന്നുള്ളതാണ്. അങ്ങനെ പോസിറ്റീവായി കാണാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു വലിയ പ്രശ്നം ഉണ്ടാവും തോന്നില്ല. ഇപ്പൊ നാട്ടിലും പഠിച്ചു വന്ന സാഹചര്യങ്ങളിലും ഒക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, പുതിയ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുക എന്നുള്ളതാണ് യുവജന സംഘടന എന്ന് പറയുമ്പോൾ. യുവാക്കളുടെ കൂടെ നിൽക്കുക, യുവാക്കൾ അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. യുവാക്കളെ കൂടെ നിൽക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് യുവാക്കളെ ഒരു ശരിയായ ദിശയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി നമുക്കുണ്ട്. ഒരു യുവജന സംഘടന എന്നുള്ളത് ഒരു രാഷ്ട്രീയം പകർന്നു നൽകുക, ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാക്കുക, അങ്ങനെ ഒരു മാനവികത ഉയർത്തിപ്പിടിക്കുക എന്നുള്ളൊക്കെ ഒരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. പൊതുവെ ഏത് തലമുറയായാലും ഭൂരിഭാഗമൊക്കെ നമ്മൾ ലഹരിയെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിലും ഈ ലഹരിയൊക്കെ ഉപയോഗിക്കുന്നവർ വളരെ ന്യൂനപക്ഷമേ ഉള്ളൂ എന്നേ നമ്മൾ കാണേണ്ടുള്ളൂ. എല്ലാ കാലത്തും ലഹരിയുണ്ട്. ഞാനിപ്പോൾ നേരത്തെ ഒരു ഉദാഹരണം പറയായിരുന്നു. ഞാൻ പഠിക്കുന്ന കാലത്ത് എൻ്റെ കോളേജിൽ ആദ്യമായി പോകുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഭയങ്കര എക്സൈറ്റഡായി കേട്ടൊരു കാര്യമായിരുന്നു, ഒരാൾ ലഹരി ഉപയോഗിച്ച് ഓവർഡോസായി മരണപ്പെട്ടു എന്നുള്ളത്. അതിനുശേഷം ഇന്നേ വരെ ആ കോളേജിൽ ഒരാളും അങ്ങനെ മരണപ്പെട്ടിട്ടില്ല. പക്ഷെ അന്ന് ഇതേപോലെ സോഷ്യൽ മീഡിയയുടെയോ ഈ മാധ്യമങ്ങളുടെയോ അതിപ്രസരമില്ല. ഇപ്പം ഇന്നിപ്പോൾ താമരശ്ശേരിയിൽ നടക്കുന്നൊരു സംഭവം ഇപ്പോൾ നമ്മുടെ അടുത്ത് നടന്നതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. അത്രയും അങ്ങ് സ്പ്രെഡ് വേണം. അപ്പോൾ ആളുകളൊരു പാനിക്കാവുന്നു. ഒരു പരിധിവരെ ലഹരി വർദ്ധിച്ചു വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അത് ഇന്ത്യയിലും ലോകത്തൊക്കെയുള്ളൊരു പ്രതിഭാസമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രം വർദ്ധിച്ചു വരുന്നതല്ല. അപ്പോൾ അതൊരു സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഒരു ഇടപെടലുണ്ട്. ലഹരി ഉണ്ട്. എന്നാൽ ലഹരി ഉപയോഗിക്കാതെ നന്നായി ഈ സമൂഹത്തിൽ ഇടപെടുന്ന, കായിക രംഗത്ത് ഇടപെടുന്ന, നന്നായി പഠിക്കുന്ന, പാട്ടുപാടുന്ന, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വലിയ തലമുറ ഇവിടെ ഉണ്ട്, യുവജനങ്ങളുണ്ട്. ഇപ്പം ഞങ്ങളിപ്പോൾ ഇന്ന് പ്രഖ്യാപിച്ചത് വയനാടിന് വേണ്ടിയുള്ള ഫണ്ടാണ്. ആ ഫണ്ടിന് വേണ്ടി ഇടപെട്ട യുവജനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? എത്ര വൈബ്രൻ്റ് ആയിട്ടാണ് അവരിടപെട്ടത്, എത്ര സജീവമായിട്ട്, സക്രിയമായിട്ട്, എത്ര സർഗാത്മകമായിട്ടാണ് ഈ ഫണ്ട് ശേഖരണത്തിൽ യുവജനങ്ങൾ ഇടപെട്ടത്. അതും യുവജനങ്ങളാണ്. അതിൽ ഒരു ചെറിയ വിഭാഗം ഈ പറയുന്നത് പോലെ സമൂഹത്തിൽ ലഹരിയിലേക്ക് പോകുന്നുണ്ട്. അവരെ ബോധപൂർവമായിട്ട് ലഹരിയിലേക്ക് കൊണ്ടുപോകാനും ലാഭക്കണ്ണുകളോടുകൂടി ഇതിനെ നോക്കിക്കാണുന്നവരൊക്കെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അതിനൊക്കെ നോക്കിക്കണ്ട് അവരെല്ലാം ഇപ്പോൾ ലഹരിയെ ഒഴിവാക്കാനും സാമൂഹ്യ പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കാനും മാനവികത ഉയർത്തിക്കൊണ്ടുവരാനും ഒക്കെ ആവശ്യമായ ഒരു ഇടപെടൽ നടത്തുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ സംഘടനാ ഉത്തരവാദിത്വം. ഇപ്പോൾ ലഹരിയെ സംബന്ധിച്ച് പറഞ്ഞതുകൊണ്ട് ഇപ്പം വലിയൊരു ക്യാമ്പയിന് തന്നെയാണ് സംസ്ഥാന സർക്കാരും നേതൃത്വം കൊടുത്തത്. ജനങ്ങളും പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടില്ലേ, ജനകീയ കൂട്ടായ്മകൾ അതിനെ എതിർക്കുകയും അങ്ങനെയുള്ളവരെ പിടിച്ച് പോലീസിലേൽപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ അതിനെതിരെ എന്ത് പ്രതിരോധമാണ് DYFI എന്ന നിലയിൽ ഇപ്പോൾ എടുക്കാൻ തീരുമാനിക്കുന്നത്? DYFI അറിയുന്നവർക്കറിയാം, എല്ലാ കാലത്തും DYFI പ്രത്യക്ഷമായിട്ട് ലഹരിയോട് യുദ്ധം പ്രഖ്യാപിച്ച സംഘടനയാണ്. ഇപ്പോൾ തന്നെ ഗ്രൗണ്ട് ലെവലിൽ നിങ്ങളൊന്ന് ഇറങ്ങി നോക്കിയാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചത് DYFI ആയിരിക്കും. ഒരു മത്സരം നടത്തുക, നിങ്ങളിപ്പോൾ ഒരു അവാർഡ് പ്രഖ്യാപിക്കുക, നിങ്ങളിപ്പോൾ T21 തന്നെ ഒരു അവാർഡ് പ്രഖ്യാപിച്ചോ, ഏറ്റവും കൂടുതൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഏറ്റെടുത്ത സംഘടന ഏതാണ് എന്ന് നിങ്ങൾ പരിശോധിച്ചോ. അതിൽ 1ാം റാങ്ക് ആർക്കായിരിക്കും? DYFIക്കായിരിക്കും. മറ്റൊരു സംഘടനയില്ല. ഇവരൊക്കെ ഈ ചാനലുകൾക്ക് മുമ്പിൽ വന്ന് അല്ലെങ്കിൽ പത്രസമ്മേളനം നടത്തുമ്പോൾ ഡയലോഗ് അടിച്ചു പോകും. എന്നാൽ ഗ്രൗണ്ടിൽ അവരില്ല. നിങ്ങളത് പരിശോധിച്ചോ, എവിടെയും ഉണ്ടാവില്ല. അതിനെണ്ണം പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ചോറ് കൊടുക്കുന്ന സംഘടന DYFI ആയിരിക്കും കളക്ട് ചെയ്ത് കൊടുക്കുന്നത്. ചോര കൊടുക്കുന്നതിന് അവാർഡ് വാങ്ങുന്ന സംഘടന ഏതാ? DYFI ആണ്.
നേരത്തെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു അവാർഡ് കിട്ടിയിരുന്നു, ഏറ്റവും കൂടുതൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന സംഘടനയ്ക്കുള്ള അവാർഡ്. അപ്പോൾ അതുപോലെ തന്നെ കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിന് ഒരു അവാർഡ് കൊടുത്തു നോക്കിക്കോ, DYFI ആയിരിക്കും. ഒരു സംഘടന എന്നുള്ള നിലക്ക് വ്യത്യസ്ത മേഖലകളിൽ ഏറ്റവും സക്രിയമായിട്ട് ഇടപെടുന്ന ഒരു സംഘടനയാണ് DYFI. ആ DYFIയോട് ഇവർക്ക് അങ്ങനെ ഗ്രൗണ്ട് ലെവലിലൊന്നും മറ്റു സംഘടനകൾക്കൊന്നും മത്സരിക്കാൻ പറ്റില്ല. ഏറ്റവും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം ലഹരിക്കെതിരെ നടത്തുന്നതും അതുകൊണ്ട് ഇപ്പം നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാം ലഹരിക്കെതിരെ DYFI ആണ്. എത്ര പേരാ DYFI പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടത്, DYFIയുടെ നേതാക്കന്മാർ ഈ ലഹരി മാഫിയ സംഘങ്ങളുടെ അക്രമങ്ങൾക്ക് ഇരയാക്കപ്പെട്ടത്. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മേഖല, തിരുവനന്തപുരത്ത് മേഖലാ ഭാരവാഹിയെ ആക്രമിച്ചു, കൊല്ലപ്പെട്ടിട്ടുണ്ട് DYFIയുടെ സഖാക്കൾ. അങ്ങനെ DYFIയെ ലഹരി മാഫിയ സംഘങ്ങൾ വലിയ രീതിയിൽ ആക്രമിക്കുന്നുണ്ട്. അത് ആക്രമിക്കാനുള്ള കാരണം എന്താ? ഞങ്ങളുടെ പ്രതിരോധം ശക്തമായതുകൊണ്ടാണ്, വിട്ടുവീഴ്ചയില്ലാതെ ലഹരിക്കെതിരെ പോരാട്ടം നടത്തുന്നതുകൊണ്ടാണ്. അത് ഇനിയും ആരെന്തു പറഞ്ഞാലും ശക്തമായി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് DYFIയുടെ ഒരു നിലപാട്. സാമൂഹ്യകാര്യം അല്ലാത്തൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ വന്നിരുന്നപ്പോൾ തൊട്ട് ഇദ്ദേഹം ഒന്നും പറയുന്നില്ല. ഇൻട്രോവേർട്ടായ ഒരു ഭാരവാഹിയുമായി എങ്ങനെയാണ് ഇത് ഇത്ര ശക്തമായി മുന്നോട്ട് പോകുന്നത്? അതല്ല, ഇദ്ദേഹമാണ് ഇങ്ങനെ ആലോചിച്ചിട്ട് വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് പറയുന്ന ആളാണ് ഇദ്ദേഹം. വളരെ കൃത്യമായി കാര്യങ്ങളെ ഇങ്ങനെ മനസ്സിലാക്കി. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ എന്തായാലും കുറെ സ്വാഭാവികമായിട്ട് പെട്ടെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന പോരായ്മകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മനസ്സിലാക്കി അല്ല, ലഹരിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ശക്തമായ ക്യാമ്പയിൻ നേതൃത്വം കൊടുക്കുക. അല്ല, ഒന്നാമത്തെ കാര്യം, ഈ ലഹരി പ്രശ്നങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ ഈ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പലരും പുതിയ ഭാഷയിൽ പറഞ്ഞ് നല്ല തള്ളിയിട്ടുണ്ട്. ഞങ്ങൾ വൻ ഇടപെടൽ നടത്തും, ഞങ്ങൾ അങ്ങനെ ആക്കും. പക്ഷേ ഗ്രൗണ്ടിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് നിങ്ങൾ പരിശോധിക്കണം ആരൊക്കെയാണ് ഇടപെടുന്നത്. ഞങ്ങൾക്ക് പറയാൻ കഴിയും, ഞങ്ങൾ DYFI 2500 മേഖലാ കേന്ദ്രങ്ങളിൽ ജാഗ്രതാ പരേഡുകൾ സംഘടിപ്പിക്കുകയാണ്. ഏതാണ്ട് 1800 കൂടുതൽ പരേഡുകൾ നടന്നു കഴിഞ്ഞു. ബാക്കി പരേഡുകൾ അടുത്ത ദിവസം നടക്കും. ഇതിൻ്റെ എല്ലാം സചിത്രമായ കാര്യങ്ങൾ പത്രവാർത്തയായി കഴിഞ്ഞാലും വീഡിയോ കണ്ടൻ്റായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിശോധിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞങ്ങൾ ആദ്യഘട്ടത്തിൽ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ എല്ലാ ടൗണിലും വലിയ ക്യാമ്പയിൻ നടത്തിയിരുന്നു. അതിൻ്റെയും എല്ലാ കണ്ടൻറ്റുകളും നമുക്ക് കാണാൻ പറ്റും. ഞങ്ങളിപ്പോൾ 20,000-ൽ കൂടുതൽ കേന്ദ്രങ്ങളിൽ വീട്ടുമുറ്റ സദസ്സുകൾ സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു വീട്ടിൽ ആ പ്രദേശത്തെ കുറച്ച് ആളുകൾ വന്നിരിക്കുന്നു. അതിനുശേഷം അവരവിടെയുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നു. ഏത് വീട്ടിലെ കുഞ്ഞാണ് ഇതിനെ ലഹരിക്ക് അടിമപ്പെട്ടെന്ന് മനസ്സിലാക്കുന്നു. ആരാണ് ഇവിടെ രാത്രികാലങ്ങളിൽ ഇങ്ങനെ രഹസ്യമായി ഈ കാര്യങ്ങൾ എത്തിക്കുന്നതെന്ന് നിരീക്ഷിക്കാൻ അവർ തീരുമാനിക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ നാടിനെ ജാഗ്രതപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനമാണ് DYFI ഏറ്റെടുത്തുള്ളത്. അപ്പോൾ ഞങ്ങളിപ്പം മറ്റൊരു ക്യാമ്പയിനാണ് ലഹരിയാവാൻ കളിയിടങ്ങളോട്. കളിസ്ഥലം മുഴുവൻ നമ്മൾ കൈകാര്യം ചെയ്യുകയാണ്. ഇപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ കുളപ്പുറത്ത് ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റിൽ പങ്കെടുക്കാൻ പോയി. ആ ഫുട്ബോൾ ടൂർണമെൻറ്റിൽ കളിക്കാരെ ആനയിച്ച് കൊണ്ടുവരുന്ന ഘട്ടത്തിൽ ആയിരക്കണക്കിന് ആളുകൾ കാണികളായിട്ടുണ്ട്. അവർ മുന്നിൽ പിടിച്ച ബാനർ എന്ന് പറഞ്ഞാൽ ലഹരിയാവാം കളിയിടങ്ങളോട് എന്നാണ് അവിടെ വെച്ച വലിയ ബാനർ. അപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ അവിടെ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുന്നു. ഈ ഒരു സന്ദേശം കളിക്കാരിൽ കൂടി പകരുന്നു. അപ്പോൾ അത് വലിയ മാറ്റമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആയിരക്കണക്കിന് ടൂർണമെൻറ്റുകളും പിന്നെ കായിക പരിപാടികളും ഇതുമായി ബന്ധപ്പെട്ട് DYFI നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇൻട്രോവേർട്ട് അല്ലെന്ന് തെളിയിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ വയനാട് 25 വീട് നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞു, 100 വീട്ടിലെത്തി നിൽക്കുന്നു. അപ്പോൾ ഇപ്പം എനിക്ക് പേഴ്സണലി വളരെ അഭിമാനം തോന്നുന്നൊരു കാര്യമാണ്. കേരളത്തിൽ നമ്മൾ ജീവിക്കുന്നു, കേരളത്തിലൊരു യുവജന സംഘടന, ഞാൻ യുവാവായിരിക്കെ ഇതിൽ പങ്കുചേരുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരുവിധപ്പെട്ട എല്ലാ യുവാക്കളും ഈ ഒരു ക്യാമ്പയിന് പങ്കുചേർന്നിട്ടുള്ളവരാണ്. അപ്പോൾ ഈ 100 വീട്ടിലേക്ക് എത്തി അതൊരു വലിയ ചടങ്ങായി അതിൻ്റെ തുക കൈമാറാൻ നിൽക്കുകയാണ്. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഞാൻ പറഞ്ഞില്ല, DYFI ആദ്യമായിട്ട് ഈ വീട് നിർമ്മാണത്തിൻ്റെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചത്. അതായത് ഈ സംഭവം നടക്കുമ്പോൾ ഒരു ദിവസം പുലർച്ചെ 4:30-ക്കാണ് എനിക്ക് ഫോൺ വരുന്നത്. ഞാൻ ഇവിടെ ഈ റൂമിൽ കിടന്നുറങ്ങുമായിരുന്നു. അന്ന് പുലർച്ചെയാണ് ആലപ്പുഴയിലെ ഒരു സഖാവിൻ്റെ ശവസംസ്കാര ചടങ്ങ് പങ്കെടുത്ത് ഇവിടെ എത്തുന്നത്. നമ്മുടെ ഒരു ബ്ലോക്ക് സെക്രട്ടറി അവിടെ മരണപ്പെട്ടു. ഞാൻ ഷിരൂരിൽ നിന്ന് വന്നതാ. ഇയാളാണെങ്കിൽ ഷിരൂരായിരുന്നു. നമ്മുടെ പിന്നെ അപകടം അർജുൻ്റെ വിഷയം വന്നപ്പോൾ ഷിരൂരിൽ നിന്ന് ഇയാൾ കോഴിക്കോട് എത്തുകയും. അപ്പോൾ 4:30-ക്ക് എനിക്ക് ഫോൺ വന്നു. ഞാൻ പെട്ടെന്ന് വയനാട്ടിലെ ചില ആളുകൾ വിളിച്ചു, കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ വയനാട് ജില്ലാ ട്രഷറർ വിളിച്ചപ്പോൾ അയാൾ ഈ സംഭവം അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ആളുകൾ അറിഞ്ഞു വരുന്നത് പിന്നെയാണ് ആളുകളൊക്കെ. അപ്പോൾ ഞാനിവിടെ നേരെ അങ്ങോട്ട് പോകണമല്ലോ പെട്ടെന്ന് തന്നെ. അപ്പോൾ ട്രെയിനിലും പോയാൽ എത്തില്ല, നേരെ ഫ്ലൈറ്റിൽ അങ്ങോട്ട് പോകുന്നു.
കണ്ണൂർ ഇറങ്ങുന്നു. കണ്ണൂർ എയർപോർട്ടിൽ ഇയാൾ കോഴിക്കോട് വന്ന് നമ്മൾ ഒരുമിച്ച് അന്ന് വൈകുന്നേരത്തോടുകൂടി ഞങ്ങൾ ആ സ്ഥലത്തെത്തി. അപ്പോൾ പിറ്റേന്ന് വൈകുന്നേരമാണ് ഞങ്ങൾ വീട് നിർമ്മിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അന്ന് അത്ര വീട് തകർന്നു ഒന്നും അറിയില്ല. അപ്പം നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇപ്പം തന്നെ ഇത് പ്രഖ്യാപിക്കാൻ പാടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പെട്ടെന്ന് ആലോചിച്ച് അതങ്ങ് പ്രഖ്യാപിക്കുകയായിരുന്നു. ഞങ്ങളുടെ പ്രഖ്യാപനത്തിന് ശേഷമാണ് മറ്റെല്ലാ സംഘടനകളും വ്യക്തികളുമെല്ലാം ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തിയത്. അപ്പം ഞങ്ങൾ പ്രഖ്യാപിച്ചത് കൊണ്ടാണ് ആളുകൾക്ക് പെട്ടെന്ന് ഇങ്ങനെയെല്ലാമുള്ള കാര്യത്തിലേക്ക് പോവേണ്ടതുണ്ടെന്നൊരു തോന്നലുണ്ടായെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. വിവിധ സംഘടനകൾ ഒരുപാട് വീടൊക്കെ പ്രഖ്യാപിച്ചു. പക്ഷെ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ട് മുഖ്യമന്ത്രി ഇപ്പം ആ പദ്ധതിക്ക് അവിടെ തറക്കല്ലിടൽ 27 നടത്തുകയാണ്. 27 മുന്നേ തന്നെ ഞങ്ങളുടെ തുക കൈമാറുന്നു എന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഈ പണം സമാഹരിച്ച രീതിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വളരെ വൈവിധ്യമാർന്ന രീതിയായിരുന്നു. വളരെ വൈകാരികമായിട്ട് ഒരുപാട് അനുഭവം ഉണ്ടായി. ഞങ്ങൾ തൃശ്ശൂരിൽ പീച്ചിയിൽ ഒരു വീട്ടുകാർ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം തരികയാണ്. അപ്പോൾ ആ സ്ഥലം ഏറ്റുവാങ്ങുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ പോയി. അപ്പോൾ ആ വീട് തന്നെ അവരുടെ വീട് തന്നെ വളരെ പൊളിഞ്ഞ് വീഴാറായിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ അങ്ങനെ വലിയ സമ്പന്നരല്ല അവർ. അപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായിപ്പോയി. കാരണം ഒരു ഷീറ്റൊക്കെ ഇട്ട് മറച്ച അങ്ങനെയെല്ലാമുള്ള ഒരു പാവപ്പെട്ട അതെ. അപ്പം അവരുടെ ഇടുക്കിയിലുള്ള സ്ഥലത്തിൻ്റെ 10 സെൻറ്റ് കൂടുതൽ ഭൂമി അനുവദിച്ച് അത് രേഖ കൈമാറുകയാണ്. അപ്പം അങ്ങനെ ഒരുപാട് വളരെ വൈകാരികമായിട്ടുള്ള അനുഭവം. ഒരു ദിവസം ധീരജ് രാജേന്ദ്രൻ്റെ അച്ഛൻ രാജേന്ദ്രേട്ടൻ എന്നെ വിളിക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഇതുവഴി വരുന്നൊന്ന് വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ വെച്ചാൽ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഫണ്ടിലേക്ക് മകൻ്റെ സമ്പാദ്യം കൊടുക്കുകയും മകൻ കൊല്ലപ്പെടുന്ന സമയത്ത് അവൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന ഈ പേഴ്സ് അതും ആ കാശൊക്കെ നിങ്ങളെ ഏൽപ്പിക്കണം എന്നുള്ളത്. ഞങ്ങളവിടെ പോയപ്പോൾ ധീരജ് കൊലയിപ്പെടുമ്പോൾ അവൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന പേഴ്സാണ് അത് ഞങ്ങൾക്ക് നമ്മുടെ ഈ ഫണ്ടിലേക്ക് തന്നത്. അവൻ്റെ റൂമിൽ അവൻ സൂക്ഷിച്ചത് സമ്പാദ്യം കൊടുക്കുകയും തിരുന്നലുണ്ടായി. പിന്നെ വളരെ വൈവിധ്യമാർന്ന രീതിയാണ്. ഒരു ദിവസം നമ്മളിങ്ങനെ കണ്ണൂർ വഴി പോകുന്ന സമയത്ത് കണ്ണൂർ സിറ്റിയിലെ സഖാക്കൾ വാഹനങ്ങൾ കൈനീട്ടുകയാണ്. എന്നിട്ട് അവർ കാറ്, ജീപ്പ്, ഓട്ടോറിക്ഷ എല്ലാം കഴുകി കൊടുക്കുകയാണ്. അപ്പോൾ കഴുകി കൊടുത്തപ്പോൾ ആളുകൾ അവർക്ക് പണം കൊടുക്കുന്നു. അച്ചാർ വിൽക്കുന്നു, പിന്നെ മീൻ പിടിച്ച് വിൽക്കുന്നു. ഇടുക്കിയിലെ സഖാക്കൾ ചക്ക പറിച്ച് വിറ്റനുണ്ടായി, ചായക്കട നടത്തി. ഇങ്ങനെ കല്ല് ചുമന്നു, മരം ചുമന്നു, കോൺക്രീറ്റ് പണിക്ക് പോയി, തേപ്പിൻ്റെ പണിക്ക് പോയി. ഇങ്ങനെ എന്തൊക്കെ ഫെലോഷിപ്പുകൾ തന്നു. പിന്നെ ചില ആളുകൾ ആദ്യത്തെ ശമ്പളം തന്നു. ഡിവൈഎഫിയുടെ പ്രവർത്തകർ അവിടെ കൂലിയിൽ നിന്ന് കിട്ടുന്ന വിഹിതം തന്നു. ഇങ്ങനെ എല്ലാവരും ഒറ്റ മനസ്സോടുകൂടി, അതിൽ കക്ഷി രാഷ്ട്രീയമൊന്നും ഉണ്ടായിട്ടില്ല. അറിഞ്ഞ് സഹായിച്ച മാലയൂരി തന്നു, കമ്മലൂരി തന്നു, പശുവിനെ തന്നു, ആടിനെ തന്നു, കോഴിയെ തന്നു, പഴയ പത്രങ്ങൾ തന്നു, പഴയ വാഹനം തന്നു എന്ന് വേണ്ട. ഇത് ഒരു വല്ലാത്ത അനുഭവമായിരുന്നു. ഏത് വഴിയിൽ കൂടെ പോകുന്നുണ്ടോ ഇതാ എന്തെങ്കിലും കിട്ടുന്ന ഞങ്ങളെ കയ്യിൽ നിന്ന് ഇതാണുള്ളത് എടുത്തോ എന്ന് പറയുന്ന രീതിയാണ്. അന്ന് നമ്മളെ യാത്രകൾ തന്നെ അതുകൊണ്ടാണ് ഇവര് ഭാരവാഹികൾ ചോദിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ ഇന്ന് ഏത് വഴിക്കാ പോകുന്നത്, ഇന്നിങ്ങനെയാണോ? അമ്പലത്തിൽ കാണിക്ക തന്നതൊക്കെ വടകരയിൽ ഞാൻ തന്നെ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം അദ്ദേഹം വിളിച്ചിട്ട് വെയിറ്റ് ചെയ്യാണ്, നമ്മൾ വെയിറ്റ് ചെയ്യാണ് ഡിവൈഎഫ്ഐക്കാർ വരാൻ. നല്ല അദ്ദേഹത്തിൻ്റെ ഒരു കൂടുതൽ ആളുകൾ വരുന്ന സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അത് ഒന്നിച്ച് ഞാൻ കരുതി അതിൽ നിന്ന് കുറച്ചിന്. അങ്ങനെയല്ല, തട്ടേ നമുക്കങ്ങ് തരികയാണ്. ഇപ്പം മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് പിന്നെ മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രം. ആ ക്ഷേത്രത്തിലെ നടയിൽ വെച്ച് ആ തന്ത്രിക്ക് കിട്ടിയിട്ടുള്ള കാണിക്ക മുഴുവൻ ഞങ്ങൾ ഏൽപ്പിക്കുന്നില്ല. ഞാനത് ഏറ്റുവാങ്ങിക്കാൻ പോയിരുന്നു. ഡിവൈഎഫ്ഐയുടെ മുഴക്കുന്ന് മേഖലാ കമ്മിറ്റി ഏർപ്പാടാക്കിയ പരിപാടിയാണ്. മുഴുവൻ ഇങ്ങോട്ട് തരുന്നതിനുണ്ടായി. അപ്പോൾ അത്രമാത്രം സ്നേഹവായ്പോടുകൂടി കാര്യങ്ങളെ എല്ലാവരും സമീപിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പ്രഖ്യാപനത്തിലേക്ക് പോകാൻ കഴിഞ്ഞത്. വളരെ വൈകാരികമായിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായിരുന്നു. അപ്പോൾ ഇങ്ങനെയും പണം പിരിക്കാം എന്നത് കേരളത്തിന് കാണിച്ചു കൊടുക്കാൻ ഡിവൈഎഫ്ഐ കഴിഞ്ഞു. ഈ കാലത്ത് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞതിലും ഞങ്ങളും അഭിമാനിക്കുകയാണ്. അതായത് തരുന്നവർക്കും ഒരു പ്രയാസമില്ലാതെ, അങ്ങനെയാണ് സന്തോഷത്തോടെ, എന്നാൽ അവർക്കൊരു ബുദ്ധിമുട്ടില്ലാതെ, അങ്ങനെയാണല്ലോ. അവരുടെ വീട്ടിലെ വസ്തുക്കൾ ഞങ്ങൾ ശേഖരിച്ച് ഞങ്ങൾ വിൽപ്പന നടത്തുകയാണ്. അതുപോലെ തന്നെ ഇങ്ങനെ കച്ചവടം നടത്തുകയാണ്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വളണ്ടിപ്പോയിൽ വളമിറക്കി കൊടുക്കുക ഡിവൈഎഫ്ഐ സഹാക്കൾ. അന്നത്തെ ജോലി അവർ ചെയ്യുകയാണ്, അതിൻ്റെ കൂലി ഇങ്ങ് കൊടുക്കുകയാണ്. അങ്ങനെ വളരെ പ്രൊഡക്റ്റീവായിട്ട് അത് ഓരോ സ്ഥലത്തും എല്ലാം. ഇപ്പോൾ ഇവിടുന്ന് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിച്ച അടിസ്ഥാനത്തിലല്ല, അവരുടെ ഭാവനക്കനുസരിച്ച് അവർ സർഗാത്മകമായി എങ്ങനെ വയനാടിനോടൊപ്പം നിൽക്കാം എന്ന് കേരളത്തെയും ലോകത്തെയും കാണിക്കുകയാണ്. സത്യത്തിൽ ഒരു വലിയ സന്തോഷം നൽകുന്ന
അഭിമാനം തോന്നുന്ന ഒരു നിമിഷം തന്നെയാണ്. ഇപ്പം ഇതുപോലെ നിങ്ങൾ ഭാരവാഹികളായിരുന്ന സമയത്ത് സംഭവിച്ച ഒരു വളരെ വ്യത്യസ്തമായ പരിപാടിയാണ് മവാസോ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻവെസ്റ്റ് കേരള എന്ന ഉച്ചകോടി കഴിഞ്ഞു. അപ്പോൾ ഇൻവെസ്റ്റ് കേരള ഒരു വൻ വിജയമായിരുന്നു എന്ന് തന്നെ പറയണം. നമ്മൾ അവിടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ കുത്തൊഴുക്ക് തന്നെയായിരുന്നു എന്നാണ് ശരിക്കും പറയേണ്ടത്. അങ്ങനെ ഒരു പരിപാടി കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ മവാസോ നടക്കുകയാണ്. അതെ, മുൻപേ അതിനുള്ള പ്രഖ്യാപനം വരുന്നു, മവാസോ നടക്കുന്നു. 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ മവാസോ വരുന്നു. അതേ പങ്കാളിത്തവും കുറച്ചും കൂടി യുവാക്കളെ ഉൾപ്പെടുത്തിക്കുന്നു. അതും വളരെ പുതിയൊരു അനുഭവമാണ്. ഇന്നേ വരെ ഇങ്ങനെ ഒരു പരിപാടി ഒരു യുവജന സംഘടന അത് ഞങ്ങൾ കുറേ പരിപാടികളെ സംബന്ധിച്ച് ഇങ്ങനെ ആലോചിച്ചിരുന്നു. അപ്പം അതിൽ ഇപ്പം DYFIയെ പുതിയ കാലത്ത് നയിക്കുക എന്നാണ് നമ്മളിപ്പോൾ നിങ്ങളുടെ ചോദ്യം തന്നെ നമ്മുടെ ഉത്തരവാദിത്വം. അപ്പോൾ പഴയ വാർപ്പ് മാതൃകകളിൽ നിന്നും വ്യത്യസ്തമായ കുറേ വഴികൾ ഞങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറേ പരിപാടികളെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുകയാണ്. അപ്പോൾ പഴയ ഒരു വാർപ്പ് മാതൃകയിൽ മാത്രം പോയാൽ നമുക്ക് നിങ്ങൾ പറഞ്ഞ പോലെയുള്ള ഈ ജൻസി കാലത്തെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിന് കുറേ കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊഴിൽ ഒരു വലിയ ചർച്ചയാണ്. ഒന്ന്, രാജ്യത്ത് തൊഴിലില്ലായ്മ അതിശക്തം. സ്വതന്ത്ര ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തൊഴിലില്ലായ്മയിൽ കൂടി രാജ്യം പോവുകയാണ്. രാജ്യത്തിൻ്റെ തൊഴിലില്ലായ്മയുടെ കണക്കുകൾ സംബന്ധിച്ച് ഗവൺമെൻറ് തന്നെ കാര്യങ്ങൾ പുറത്തു വിടുന്നില്ല, മൂടി വയ്ക്കുകയാണ്. അപ്പം നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്ന കണക്കുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ എന്ന് കാണുകയാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ തൊഴിൽ കൊടുത്തിരുന്ന പല മേഖലയും തൊഴിൽ കൊടുക്കുന്നില്ല. ഒന്ന് പൊതുമേഖലയാണ്. ഇപ്പോൾ റെയിൽവേയിൽ കുറേ വർഷമായിട്ട് നിയമനങ്ങൾ നടക്കുന്നില്ല. ഗ്രൂപ്പ് ഡി തസ്തികയിലേക്ക് കഴിഞ്ഞ 7 വർഷമായിട്ട് നിയമനം നടന്നിട്ടേ ഇല്ല. നേരത്തെ സൈനിക മേഖലയിൽ കുറേ ആളുകൾക്ക് ജോലി കിട്ടുന്ന നിലയുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ അഗ്നിവീരൊക്കെ വന്നുകൊണ്ട് ആ മേഖല പൂർണ്ണമായും പോയി. പിന്നെ ഈ പൊതുമേഖല സ്വകാര്യവൽക്കരിക്കുന്നതോടുകൂടി അവിടെ വരുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ കാണും. ഇപ്പം BSNL നേരത്തെ 2,30,000 ആളുകൾ ജോലി ചെയ്ത സ്ഥാപനമാണ്. ഇന്നിപ്പോൾ BSNL എത്ര ജീവനക്കാർ? ഇന്നിപ്പോൾ BSNL കഷ്ടി 60,000 ആളുകൾ. 2,30,000 എന്ന് പറഞ്ഞാൽ ലാൻഡ് ഫോൺ കണക്ഷൻ മാത്രമുള്ള കാലത്താണ് 2,30,000. ഇന്നിപ്പോൾ ഈ മൊബൈൽ ഫോണൊക്കെ ഉള്ള കാലത്ത് ഒരു 35 ലക്ഷം ആളുകൾക്ക് ജോലി കൊടുക്കാൻ കഴിയുന്ന ഒരു വമ്പൻ സ്ഥാപനമായിട്ടത് വളരേണ്ടതാണ്. അത് തകർന്ന് തരിപ്പണമായി. ഈ തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം അതിപ്പോൾ അദാനിയുടെ കയ്യിലാണ്. അവിടെ ഇനി മെറിറ്റും സാമൂഹികയും സംവരണവും പരീക്ഷയും ഒന്നും ഉണ്ടാവില്ല, നമുക്കറിയാം. അതുപോലെ 6 വിമാനത്താവളം പോയി. BPSL ഏതാണ്ട് വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. HLL കഥ കഴിഞ്ഞിരിക്കുകയാണ്. LICയുടെ കാര്യം തീരുമാനമാവുകയാണ്. ബാങ്കിങ് സെക്ടറിൽ ക്ലറിക്കൽ പോസ്റ്റൊന്നും നിയമനം നടക്കുന്നില്ല. അപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടിയിരുന്ന എല്ലാ മേഖലയും ഏതാണ്ട് തീരുമാനമായി. ഈ എക്കണോമിക് സർവേ റിപ്പോർട്ടിനകത്ത് വളരെ കൃത്യമായിട്ടും തൊഴിലില്ലായ്മയെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ആവശ്യമായിട്ട് നിലപാടുകൾ ഗവൺമെൻറ് ഭാഗത്തില്ല. ആകെ അവർ പറഞ്ഞത് 2 കോടി ആളുകൾക്ക് ഇൻറ്റേൺഷിപ്പ് കൊടുക്കുന്ന. അപ്പോൾ യഥാർത്ഥ ചെറുപ്പക്കാർക്ക് വേണ്ടത് ഇൻറ്റേൺഷിപ്പ് അല്ല, സ്ഥിരം തൊഴിലാവേണ്ടത്. അപ്പോൾ 2 കോടി ആളുകൾക്ക് 5,000 രൂപയ്ക്കും 6,000 രൂപയ്ക്കും വൻകിട കോർപ്പറേറ്റ് കമ്പനികളിലേക്ക് ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ വമ്പൻ കോർപ്പറേറ്റ് കമ്പനികളുടെ റിക്രൂട്ട്മെൻറ്റ് പണി അവർക്ക് കരാറടിസ്ഥാനത്തിൽ അടിമകളെ കൊടുക്കുന്ന പണിയാണ് കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്നത്. അപ്പം ഇങ്ങനൊരു സാഹചര്യം ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും അത് കേരളത്തിലെയും ബാധിക്കുമല്ലോ. അപ്പോൾ തൊഴിലുമായി ബന്ധപ്പെട്ട വിഷയത്തെ DYFI വളരെ കൃത്യമായി നോക്കിക്കാണുകയാണ്. അപ്പോൾ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി, ചെറുപ്പക്കാരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് നടത്തുന്ന വലിയ ഇടപെടലുണ്ട്. അതിൽ ഒന്ന് ഈ പറയുന്ന സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്ന ഈ സ്റ്റാർട്ടപ്പിന് അനുകൂലമായിട്ടൊരു ഇക്കോസിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ള ഒരു നോളജ് എക്കണോമിയിലേക്കുള്ള പദ്ധതികൾ, ഇതൊക്കെയാണ് വളരെ സൂക്ഷ്മതയോടെ DYFI നോക്കിക്കാണും. അപ്പോൾ ഇതിൽ ഉത്തരവാദിത്തപ്പെട്ട യുവജന സംഘടന എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? അതിനേറ്റവും പ്രത്യക്ഷ ഉദാഹരണമാണ് ഇപ്പം സാധാരണ ഒരു പിച്ചിങ് കോമ്പറ്റീഷൻ എന്നൊക്കെ പറഞ്ഞാൽ പിച്ചിങ്ങിന് പങ്കെടുക്കണമെങ്കിൽ ഒരാൾ 5,000 രൂപയോ 7,000 രൂപയോ ഫീസ് അടച്ച് ഏതെങ്കിലും ഒരു സ്റ്റാർ ഹോട്ടലിലൊക്കെ നടക്കുന്ന ഒരു പരിപാടിയാണ് പിച്ചിങ് കോമ്പറ്റീഷൻ. ആ പിച്ചിങ് കോമ്പറ്റീഷനെ മാക്സിമം ഒരു 50 ആളോ അല്ലെങ്കിൽ ഒരു 40 ആളോ 30 ആളൊക്കെ പങ്കെടുക്കും. പക്ഷേ 600 ആളുകൾ പങ്കെടുത്തൊരു പിച്ചിങ് കോമ്പറ്റീഷൻ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു യുവജന സംഘടന ഈ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. അതിനെ താഴോട്ടിറക്കി 100 രൂപ രജിസ്ട്രേഷൻ ഫീസ് വാങ്ങിയിട്ടു. മികച്ച 5 ആശയങ്ങൾക്ക് നമ്മൾ 50,000 രൂപ കൊടുത്തു. അതിനകത്തെ 50 ആശയങ്ങളെ ഞങ്ങൾ എടുത്തിരിക്കുകയാണ്. ഈ 50 ആശയങ്ങൾ കേൾക്കാൻ വേണ്ടി വീണ്ടും കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയും കേരളത്തിൻ്റെ വ്യവസായ മന്ത്രിയൊക്കെ ഇരിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ബന്ധപ്പെട്ട ആളുകൾ ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞത്
ഇതൊക്കെ നാളെ സംരംഭമായി വളരാൻ സാധ്യതയുള്ള, വെറുതെ വന്നതല്ല, വലിയ സാധ്യതയുള്ള ആശയമാണ് അവിടെ അവതരിപ്പിച്ചത്. അപ്പം അത്രയും ആശയങ്ങൾ, അത് ഉണ്ടാക്കുന്ന തൊഴിൽ, ഇതൊക്കെയാണ് ഞങ്ങൾ അഡ്രസ്സ് ചെയ്തത്. അപ്പോൾ പ്രൊഫഷണൽ മേഖലയിൽ കുറേ കൂടി ശക്തമായി ഇടപെടണം എന്നതിനാണ് DYFI കാണുന്നത്. ഈ മേഖലയിൽ ഞങ്ങൾ നടത്തുന്ന ഇടപെടലിൻ്റെ ഭാഗമായിട്ട് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. പിന്നെ ഇതിനെല്ലാം എതിരായി നടന്നുകൊണ്ടിരിക്കുന്ന കള്ള പ്രചരണങ്ങളെ തുറന്നു കാണിക്കാൻ കൂടി. ഇപ്പം ശശി തരൂർ പറഞ്ഞു, പിന്നെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ കേരളം ഒന്നാവശ്യം. തരൂർ പറഞ്ഞല്ല, തരൂർ രാജ്യത്തിൻ്റെ കൃത്യമായ ഡാറ്റ വെച്ചിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷെ തരൂറിനെ ഇവർക്ക് അംഗീകരിക്കാൻ മടിയായി. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കേരളം ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് എങ്ങനെയാണ്? ഇവിടെ ഏതെങ്കിലും പാർട്ടി ഓഫീസിൽ കൊടുക്കുന്ന ഡാറ്റ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല. കേരളത്തിൽ പണം മുടക്കിയിട്ടുള്ള നൂറുകണക്കിന് സംരംഭകർ അവർ രേഖപ്പെടുത്തിയിട്ടുള്ള അഭിപ്രായത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം 28 ഒന്നാമതിലേക്ക് എത്തുന്നത്, 24 ഒന്നാമതിലേക്ക് എത്തുന്നത്. അപ്പോൾ അതുപോലും അംഗീകരിക്കാൻ കേരളത്തിൻ്റെ പ്രതിപക്ഷം മടിക്കുന്ന സമയത്ത് കേരളത്തിലെ ചെറുപ്പക്കാർ രംഗത്തിറങ്ങി പറയുകയാണ്, ഞങ്ങളിതാ ഒരു ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിട്ട് കേരളത്തിൻ്റെ സാധ്യതകൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. അപ്പോൾ അതൊരു സമരമാണ്. അപ്പോൾ ഇത് അരാഷ്ട്രീയമായിട്ടൊരു കാര്യമല്ല, കൃത്യമായ രാഷ്ട്രീയ ഉള്ളടക്കമുള്ള ഒരു കാര്യമായിട്ട് ഞങ്ങൾ ഇതിലേക്ക് കാണുന്നത്. ഇനിയും അത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഇതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ച് നിങ്ങൾ ഓർമ്മയിലില്ലാത്തതുകൊണ്ടായിരിക്കും. ഈ തൊഴിലില്ലായ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഏറ്റവും വലിയ സമരം രാജ്യവ്യാപകമായി DYFI ഈ തൊഴിലില്ലായ്മക്കെതിരെ സമരം നടക്കുമ്പോൾ അതിൻ്റെ കേരളത്തിലെ ഒരു മോഡൽ മനുഷ്യച്ചങ്ങല നടത്തിയിട്ടാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് കേരളത്തിലൊരു യുവജന സംഘടന ഇങ്ങനെ ഒരു മനുഷ്യച്ചങ്ങലയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. ലക്ഷക്കണക്കിന് യുവജനങ്ങളെ, ബഹുജനങ്ങളെ ഒക്കെ അണിനിരത്തി കാസർഗോഡ് മുതൽ ഞങ്ങളിവിടെ രാജ്ഭവൻ വരെ മനുഷ്യച്ചങ്ങല കൂടി തീർത്തു. അതായത് ഒരു പോരാട്ടത്തിൻ്റെ പാത കൂടി ഞങ്ങൾ തീർത്തു. അന്ന് നമ്മൾ കേരളത്തിലുടനീളം ലഘുലേഖകളൊക്കെ വിതരണം ചെയ്ത് ഈ ഡാറ്റകളും ഈ കണക്കുകളൊക്കെ പറഞ്ഞു. നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കണക്കുണ്ടായിരുന്നു. 2018-നും 2022-നും ഇടയിൽ രാജ്യത്ത് 25,231 യുവജനങ്ങൾ തൊഴിലില്ലാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു നമ്മുടെ രാജ്യത്ത്. അതൊരു സാഹചര്യം ഒരു ഭാഗത്തുണ്ട്. ആ സമരം ഞങ്ങൾ ഈ നാടിന് മുമ്പിൽ വെച്ചു, ഈ പ്രതിഷേധം അറിയിച്ചു. അതോടൊപ്പം ഞങ്ങൾ എന്തും ചെയ്തു, ഈ ഒരു പ്രൊഡക്റ്റീവായി ഈ സമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെ ഒരു യുവജന സംഘടനകൾക്ക് ഇതുകൂടി ചെയ്യാൻ പറ്റും, ഇവിടെ തന്നെ നമുക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഉണ്ട് എന്ന് ഇവിടെ പറഞ്ഞു വെക്കുക കൂടിയാണ് ഞങ്ങൾ മവാസോയിലൂടെ ചെയ്തത്. കേരളത്തെ ഒന്ന് ബ്രാൻഡ് ചെയ്യുക എന്നുള്ളത്. കേരളത്തിലെ യുവജനങ്ങൾ ഇത്രയധികം സ്മാർട്ടാണ്. ഞങ്ങൾക്ക് തന്നെ അത്ഭുതമായിപ്പോയി. പല പിച്ചിങ്ങും നമ്മൾ കേട്ട സമയത്ത് എന്തൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ചെറിയ പ്രായമുള്ള ചെറിയ ആളുകൾ വന്ന് വലിയ ആശയമാണ് അവതരിപ്പിച്ചത്. നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി വന്നു, ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇപ്പോൾ വ്യവസായ മന്ത്രി അവിടെ വന്നിരുന്നു, നമ്മുടെ ധനകാര്യമന്ത്രി ഇവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തു, ടൂറിസം മിനിസ്റ്റർ വന്നു ഇന്ററാക്ട് ചെയ്തു. ഞങ്ങൾ നേരിട്ട് സെലക്ട് ചെയ്ത ആളുകളല്ല, ഞങ്ങൾ ഓൺലൈൻ വഴി ഇതിൻ്റെ പരസ്യം കൊടുത്തപ്പോൾ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്തിട്ട് 1600 ആൾ അവിടെ പങ്കെടുത്തു. 1600 ആൾ, ചെറിയ ആൾ നമ്പറല്ല. പിന്നെ ഈ പരിപാടി അറിഞ്ഞ് കേൾക്കാനൊക്കെ എത്തിയ ആളുകളുണ്ടായിരുന്നു. വിവിധ സെഷനുകളുണ്ടായി. ഇപ്പോൾ മലയാളികളുടെ കേരളത്തിൻ്റെ മാറുന്ന വ്യവസായ അന്തരീക്ഷവും അതിനോടുള്ള മാധ്യമ സമീപനവും എന്നെ സംബന്ധിച്ചൊരു നല്ല ഒരു സെഷൻ ഉണ്ടായിരുന്നു. അത് വെച്ചാണ് ആദ്യം തുടങ്ങിയത്. അപ്പോൾ മാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങളോട് സ്വീകരിക്കുന്ന സമീപനവും പുതിയ തലമുറയാണ് അവിടെ ചർച്ച ചെയ്തത്. അപ്പോൾ മാധ്യമങ്ങളുടെ തെറ്റായ സമീപനത്തെ ശക്തമായി തുറന്നു കാട്ടുന്ന അഭിപ്രായം പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ മന്ത്രിമാരുമായിട്ടുള്ള അവരുടെ ചർച്ചയിലെല്ലാം പറയുന്നത് കേരളത്തിൻ്റെ മാറ്റത്തെക്കുറിച്ചാണ്. ഒരു തുറന്ന സമീപനം കേരളത്തിലെ ഗവൺമെൻറ്റും കേരളത്തിലെ ജനങ്ങളും അങ്ങനെയാണ്. ജനമാകെ ഈ തരത്തിൽ വ്യവസായങ്ങളോടുള്ള സമീപനത്തിലൊക്കെ മാറ്റം വരുത്തുകയാണ്. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ട്. ഞങ്ങൾക്കും പറയാനുള്ളത് ഈ അന്തരീക്ഷത്തെ തകർക്കരുത് എന്നുള്ളതാണ്. നിങ്ങൾ കേരളത്തിലെ മികച്ച യുവ സംരംഭകനൊരു അവാർഡ് കൊടുത്തിരുന്നു. 1 ലക്ഷം രൂപയാണ് അവാർഡ് കൊടുത്തത്. അതൊരു യുവജന സംഘടന ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു അവാർഡൊക്കെ ഏർപ്പെടുന്നത്. അപ്പോൾ 1 ലക്ഷം രൂപയുടെ അവാർഡ് കൊടുക്കുന്നു. 5 പേർക്ക് 50,000 വെച്ച് മികച്ച ആശയത്തിനുള്ള സമ്മാനങ്ങൾ കൊടുക്കുന്നു. പിന്നെ 600 ആളുകൾക്ക് അവരുടെ ആശയങ്ങൾ പ്രസൻറ്റ് ചെയ്യാനുള്ള അവസരം ഒരുക്കുന്നു. ആ ആശയങ്ങൾ കേൾക്കാൻ മന്ത്രിമാർ ഉൾപ്പെടെ മുന്നിൽ വന്ന് ഇരിക്കുന്നു. ആ ആശയങ്ങൾ കേൾക്കാൻ വേണ്ടി സംരംഭകർ, പണം മുടക്കാൻ തയ്യാറുള്ള നിക്ഷേപകർ വന്നിരിക്കുന്നു. അതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നു. പിന്നെ വിവിധ സെഷൻ്റെ ഭാഗമായിട്ട് വിജയിച്ച സംരംഭകർ വന്നിട്ട് അവരുടെ അനുഭവങ്ങൾ വിശദീകരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള പിന്നെ വനിതാ സംരംഭകർ പ്രത്യേകം സെഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ നിരവധി സെഷനുകളും എല്ലാം കൊണ്ട് അവിടെ വന്ന എല്ലാവരും, അതിന് കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ വന്നത് ജീവിതത്തിലെ വലിയ അനുഭവമാണ്, ഞങ്ങൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ ഒന്നാമത് DYFI ഇങ്ങനെയൊക്കെ നടത്തുമോ എന്നാണ് മറ്റൊരു ചോദ്യം. ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് നടത്തുന്നത്, ഇതൊക്കെ അങ്ങനെയൊക്കെയാണ് ചില സംശയം. ഞങ്ങൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല എന്നൊക്കെ. ഇതുപോലെ ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ടായത്, ഞാൻ ഒരു ദിവസം ട്രെയിൻ യാത്രയിൽ ഇങ്ങനെ ഒരു ആളെ പരിചയപ്പെട്ടു.
കാര്യവട്ടം ക്യാമ്പസിലെ ഒരു വിദ്യാർത്ഥിയാണ്, ഗവേഷക വിദ്യാർത്ഥി. അപ്പോൾ അന്ന് ആ സമയത്ത് നമ്മൾ YLF എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ ഒരു പരിപാടി നടത്തി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ ഞാൻ ചോദിച്ചിരുന്നത് YLFനെ കുറിച്ച്, 1ാം സീസൺ ഞാൻ YLFനെ കുറിച്ച് ഇങ്ങനെ കേട്ടിരുന്നു. പക്ഷേ അതിന് DYFI നടത്തുന്നതായതുകൊണ്ട് നമ്മൾ അത്ര വലിയ പ്രാധാന്യം കൊടുത്തില്ല. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് അവർ ഞങ്ങൾ മനസ്സിലാക്കി ഇത്രയും വലിയ പരിപാടിയായിരുന്നു. അപ്പോൾ സാധാരണ നിലയിൽ DYFIയെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്നൊരു ഒരു ഒരു ബോധം ചില ആളുകൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറേ മാറ്റാൻ പറ്റിയെന്നുള്ളതാണ്. ഒന്നാമത് ഇപ്പം വലിയ ഇതുപോലെയുള്ള ലിറ്ററേച്ചർ ഫെസ്റ്റിവലൊക്കെ സംഘടിപ്പിക്കുന്നത് വമ്പൻ പുസ്തക പ്രസാധകരൊക്കെ ആയിരിക്കും, വലിയ കോർപ്പറേറ്റ് ഫണ്ടൊക്കെ ആവശ്യമുള്ള പരിപാടിയാണ്. അപ്പോൾ അതാണ് നമ്മൾ ജനകീയമായ ഒരു ഉള്ളടക്കത്തോടു കൂടി അത് വേറെ തലത്തിൽ അവതരിപ്പിച്ചത്. അതാണ് ഫോർട്ട് കൊച്ചി നടത്തിയ YLF. അപ്പം അതിൽ നോബൽ സമ്മാനം അല്ല ബുക്കർ പ്രൈസ് ജേതാക്കൾ വരുന്നു, പിന്നെ വിവിധ അന്താരാഷ്ട്ര തലത്തിൽ സമ്മാനം കിട്ടിയ ആളുകൾ വരുന്നു, കേരളത്തിലെയും ഇന്ത്യയിലെയും വിവിധ ഭാഷകൾ എഴുതുന്ന ആളുകൾ വരുന്നു. ഏതാണ്ട് 300-ൽ കൂടുതൽ എഴുത്തുകാർ ഇങ്ങനെ പാനലിസ്റ്റുകളായിട്ട് വന്ന ഒരു പരിപാടി. അതിപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഒന്നായി മാറി. അതിൻ്റെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെന്നല്ല ലോകത്ത് തന്നെ ആദ്യമായിട്ട് ഒരു യുവജന സംഘടന ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു എന്നാണ് അതിൻ്റെ പ്രത്യേകത. കേരളത്തിലെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. പ്രധാനമായും സംഘടിപ്പിക്കുന്നതെല്ലാം ഒന്നെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രസാധക സംഘങ്ങളാണ്. ആദ്യമായിട്ട് ഞങ്ങൾ സംഘടിപ്പിക്കും. അതൊരു വലിയ വിജയമാണ്. ഞങ്ങളിപ്പോൾ കേരളത്തിലെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ടൊരു ചർച്ച സംഘടിപ്പിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ടും മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കൂടിക്കാഴ്ച നടന്നിട്ട് 100 വർഷമായി. 1925 മാർച്ച് 12-നാണ് ഇവിടെ ശിവഗിരിയിൽ വെച്ച് അവർ കൂടിക്കാഴ്ച. അപ്പം അന്ന് നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഗാന്ധിയുടെ തന്നെ ജാതിയെക്കുറിച്ചുള്ള ആശയം നവീകരിക്കപ്പെട്ടു എന്നാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ വേണ്ടി കഴിയുക. അപ്പോൾ ഗുരുവുമായിട്ടുള്ള സംഭാഷണത്തിൽ ഗാന്ധി അന്ന് വരെ വെച്ച് പുലർത്തിയിരുന്ന ജാതി സംബന്ധിക്കുന്ന ആശയം തിരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല. അപ്പോൾ 100 വർഷങ്ങൾക്ക് മുന്നേ നടന്ന സംവാദത്തിന് ഇന്നും പ്രസക്തി ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇപ്പോൾ സനാതന ധർമ്മത്തെക്കുറിച്ചൊക്കെ വലിയ ചർച്ച നടക്കുന്ന ഘട്ടത്തിൽ ആ കാര്യങ്ങൾ വളരെ സജീവമായി ചർച്ചയ്ക്ക് വെക്കുകയാണ്. അപ്പോൾ യുഗ സംവാദം എന്ന പേരിൽ 100 കേന്ദ്രങ്ങളിൽ ഞങ്ങൾ പ്രഭാഷണ പരമ്പര ആരംഭിച്ചു. എൻ്റെ ഒരു 4 പ്രഭാഷണം കഴിഞ്ഞു. എനിക്കൊരു 100 ദിവസത്തിനുള്ളിൽ 100 പ്രഭാഷണം സംബന്ധിച്ചിട്ടാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ പൊതുജനം പെട്ടെന്ന് കേൾക്കുമ്പോൾ DYFI ഇങ്ങനെ ചെയ്യാൻ സാധ്യതയില്ലല്ലോ എന്ന് തോന്നുന്ന ഐഡിയ ഒക്കെ ശരിക്കും ആരുടെ തലയിലാണ് വരുന്നത്? മവാസമാണെങ്കിലും YLF ആണെങ്കിലും DYFI എന്ന് പറഞ്ഞൊരു കൂട്ടായ നേതൃത്വമല്ലേ. വളരെ കമ്മിറ്റിയും ഇങ്ങനെയുള്ള ചർച്ചകളും ഒക്കെ ഇവര് കാണുന്ന പോലെയല്ലേ കൃത്യമായ കമ്മിറ്റികളാണോ ഇപ്പോഴും നടന്നുകൊണ്ട്? അതിപ്പോ നിങ്ങളൊരു കാര്യം പറഞ്ഞാലും ഞങ്ങൾ അതൊരു ചർച്ചയ്ക്ക് പലരുമായും സംസാരിക്കുമല്ലോ. അപ്പോൾ സംസാരിക്കുമ്പം അവരിങ്ങനെ ഓരോ ആശയങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പം മവാസുവിൻ്റെ ഒക്കെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മവാസു എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് നമ്മൾ ആദ്യം എത്തിയിട്ടില്ല. ആദ്യം നമ്മൾ യുവതാരയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തുക സമ്മാനമായി കൊടുക്കുന്നൊരു അവാർഡിനായിട്ട് നടത്തും. അവാർഡ് ഇപ്പം മലയാളത്തിൽ ഒരു കഥക്ക് 50,000 രൂപ സമ്മാനം കൊടുക്കുന്ന വേറെ അവാർഡില്ല. യുവതാര സാഹിത്യ പുരസ്കാരമാണ്. ഒരു കവിതക്ക് 50,000 കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ അവാർഡ് നൈറ്റൊക്കെ ഇങ്ങനെ സംഘടിപ്പിച്ച സമയത്ത് നമ്മളിങ്ങനെ ആലോചിച്ചു ഒരു സംരംഭക അവാർഡ് കൂടി വെക്കണമെന്ന് ഞങ്ങൾക്കൊരു തോന്നലുണ്ട്. ഈ സ്റ്റാർട്ടപ്പ് 2023 അപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിച്ചു അപ്പോൾ പ്രൊഫഷണൽ ആ മേഖലയാണല്ലോ ഇതിൻ്റെ ഒരു ഏരിയ. അപ്പോൾ അവരുടെ ഒരു 1 ഡേ പ്രോഗ്രാം വെക്കണമെന്ന് ആലോചിച്ചു. പിന്നെ അവരുമായി സംസാരിച്ചു. അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ അന്നാ സെബാസ്റ്റ്യൻ എന്ന കുട്ടി മരണം ഉണ്ടായത്. അപ്പോൾ ആ സംഭവം ഉണ്ടായപ്പോൾ DYFI പ്രൊഫഷണലുകളുടെ ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആലോചിച്ചു. പ്രൊഫഷണലുകൾ അനുഭവിക്കുന്ന ഈ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വർക്ക് ലൈഫ് ബാലൻസ് ഇപ്പം വലിയ രൂപത്തിൽ ചർച്ച ചെയ്യണമല്ലോ. അപ്പോൾ ആ ചർച്ച അവർക്കിടയിലൊരു സബ് കമ്മിറ്റി ഉണ്ടാക്കണമെന്ന് ആലോചിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു യോഗം വിളിച്ചപ്പോൾ 700 പേര് ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ആയുർവേദ മേഖലയിലെ, ഹോമിയോ മേഖലയിലെ, IT സെക്ടറിൽ നിന്ന്, പിന്നെ CA സെക്ടറിൽ നിന്ന്, ഇങ്ങനെ വിവിധ പ്രൊഫഷണലുകൾ, ആർക്കിടെക്റ്റ് എത്തി. അപ്പോൾ അവരെല്ലാം കൂടി ചേർന്ന് നമ്മൾ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ പിന്നെ ആ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ആ മേഖലയിൽ ധാരാളം ആളുകൾക്ക് ഞങ്ങളുടെ കൂടെ വരാനും ഞങ്ങളുടെ ഒരു ചേർന്ന് പ്രവർത്തിക്കാനുള്ള താല്പര്യം ഉണ്ടായി. ഞങ്ങളതിനെ അതിൽ തന്നെ DYFIയെ കുറിച്ച് അവർക്കും ഇതൊക്കെയാണ് DYFI എന്ന് അവരും മനസ്സിലാക്കാൻ തുടങ്ങി. മറ്റ് എന്താ DYFI എന്ന് അറിയാത്തവരും ഉണ്ടാവും. അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അവരവരുടേതായ ലോകത്ത് ജീവിക്കുന്നത് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അവരുടെ അടുത്തേക്കും DYFI എത്തി.
അവരുടെ അടുത്തേക്കും ഇതുപോലെയുള്ള ഈ സമൂഹത്തിൻ്റെ ഇടപെടലുകൾ, അതിൻ്റെ പ്രസക്തി, ഗവൺമെൻറ് നടത്തുന്ന ഇടപെടലുകൾ ഒക്കെ അവർക്കും ഒരു ബോധ്യപ്പെടുന്ന തരത്തിലേക്ക് എത്തി. ഒരു സാമൂഹ്യ പ്രതിബദ്ധതയൊക്കെ അങ്ങനെ പലരും. എന്നാൽ ഇതിൽ തന്നെ കുറേ പണ്ട് SFIയിലും നാട്ടിൽ DYFIയിലൊക്കെ പ്രവർത്തിക്കുന്നവരുമുണ്ട്. അങ്ങനെ ഒരു വലിയ കൂട്ടായ്മ രൂപപ്പെട്ടു വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും എന്തായാലും ഞെട്ടിക്കുന്ന ഐഡിയകൾ വരട്ടെ, ഇതുപോലെ ലഹരിക്കെതിരെയും സാമൂഹ്യ വിപത്തുകൾക്കെതിരെയൊക്കെ പോരാടട്ടെ. നന്ദി. സന്തോഷം.